പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം ഒരു ശാന്തമായ കടൽ തീരം പോലെ ആയിരിക്കുമെന്നല്ല, മറിച്ച് പലപ്പോഴും അപ്രതീക്ഷിതമായി എത്തുന്ന വലിയ തിരമാലകൾക്കും കൊടുങ്കാറ്റുകൾക്കും നടുവിലൂടെയുള്ള ഒരു യാത്രയാണെന്ന് നാം തിരിച്ചറിയണം. സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗാവസ്ഥകൾ, കുടുംബത്തിലെ കലഹങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളാണ്. എന്നാൽ ഈ കൊടുങ്കാറ്റുകൾക്ക് നടുവിലും ആടിയുലയാതെ നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു അടിത്തറയുണ്ട്. അതാണ് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇന്ന് നമ്മൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിലെ വലിയ കൊടുങ്കാറ്റുകളെ എങ്ങനെ ശാന്തമാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ അനുഭവിച്ച ഒരു കൊടുങ്കാറ്റിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. വലിയ തിരമാലകൾ പടകിലേക്ക് അടിച്ചു കയറുന്നു. പടക് മുങ്ങുന്ന അവസ്ഥയെത്തി. എന്നാൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, യേശുവിന്റെ പടകിന്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുമ്പോൾ നാം ചോദിക്കുന്ന ചോദ്യമുണ്ട്: നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എൻ്റെ ജീവിതത്തിൽ ഇത് വന്നത് അവിടുന്ന് കാണുന്നില്ലേ? ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്: കൊടുങ്കാറ്റുണ്ടെങ്കിലും യേശു ആ പടകിലുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലപ്പോഴും നാം പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കുമ്പോൾ യേശു കൂടെയുണ്ടെന്ന സത്യം നാം മറന്നുപോകുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് പ്രശ്നങ്ങൾക്കിടയിലും ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ് വിശ്വാസം. ആ സാന്നിധ്യം ഇന്ന് തിരിച്ചറിയുക. ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ അവർക്ക് യേശുവിനെ വിശ്വാസത്തോടെ സമീപിക്കാൻ കഴിഞ്ഞില്ല. ഭയം നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയും. ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന തോന്നലാണ് അവരെ ഭയപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്താറുണ്ട്. എന്നാൽ ഓർക്കുക, ഭയം എന്നത് അവിശ്വാസത്തിന്റെ മറുവശമാണ്. ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയത്തേക്കാൾ വലുതായി ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന ചിന്തയ്ക്ക് മുൻഗണന നൽകാൻ നാം പഠിക്കണം. മനസ്സിനെ ശാന്തമാക്കാൻ ബൈബിൾ വാക്യങ്ങൾ ഉരുവിടുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഫിലിപ്പിയ ലേഖനം 4:13. ഈ വചനം ഓർക്കുക. നിങ്ങളുടെ ഭയത്തേക്കാൾ വലുതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ കരുതൽ എന്ന തിരിച്ചറിവ് മനസ്സിനെ ശാന്തമാക്കും. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, അടങ്ങുക, ശാന്തമാകുക എന്ന് കൽപ്പിച്ചു. പ്രകൃതി പോലും ദൈവത്തിന്റെ വാക്കിന് കീഴടങ്ങി. ഇവിടെയാണ് വിശ്വാസത്തിന്റെ ശക്തി നാം കാണുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏതു വലിയ പ്രതിസന്ധിയായാലും അതിലും ശക്തമാണ് ദൈവത്തിന്റെ വചനം. പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാം. സാഹചര്യങ്ങൾ മോശമായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ശക്തമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അസാധ്യമായതിനെ സാധ്യമാക്കി തരും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ ദൈവത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കാൻ പഠിക്കുക. സമാധാനം എന്നത് സാഹചര്യങ്ങൾക്ക് പുറത്തു നിന്നല്ല, ദൈവത്തിന്റെ അധികാരത്തിൽ നിന്നാണ് വരുന്നത്. അവർ യേശുവിനെ ഉണർത്തിയതാണ് ഏറ്റവും വലിയ കാര്യം. പ്രാർത്ഥന എന്നത് യേശുവിനെ അറിഞ്ഞുകൊണ്ട് യേശുവിന്റെ മുൻപിൽ കാര്യങ്ങൾ സമർപ്പിക്കലാണ്. കൊടുങ്കാറ്റ് വരുമ്പോൾ നാം നമ്മുടെ കഴിവുകൾ കൊണ്ട് അതിനെ നേരിടാൻ ശ്രമിക്കും. എന്നാൽ അത് പലപ്പോഴും പരാജയപ്പെട്ടു പോകും. പകരം നമ്മൾ ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. പ്രാർത്ഥനയിലൂടെ നാം നമ്മുടെ ഭാരം അവിടുത്തെ പാദങ്ങളിലേക്ക് ഇറക്കി വെക്കണം. പ്രാർത്ഥന പ്രശ്നങ്ങളെ തൽക്ഷണം മാറ്റണമെന്നില്ല, എന്നാൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള സമാധാനവും ശക്തിയും അത് നിങ്ങൾക്ക് നൽകും. ഏതു വലിയ കൊടുങ്കാറ്റിലും പ്രാർത്ഥനയോടെ ദൈവത്തെ സമീപിക്കുന്നവൻ ഒരിക്കലും കൈവിടപ്പെട്ടു പോകില്ല. പ്രിയരെ, ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ കൊടുങ്കാറ്റുകൾ സ്വാഭാവികമാണ്. എന്നാൽ ആ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ കഴിവുള്ള യേശു നിങ്ങളുടെ തോണിയിലുണ്ട്. ഇതെപ്പോഴും ഓർമ്മിക്കുക. ഭയത്തെ മാറ്റിവെച്ച് വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുക. നിരന്തരമായ പ്രാർത്ഥനയിൽ നിങ്ങൾ മുൻപോട്ട് പോവുക. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾക്ക് സമാധാനം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും ശാന്തമാക്കപ്പെടട്ടെ. ഈ സന്ദേശം
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചു കൊടുക്കുക. ഒപ്പം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.